ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഏഷ്യനെറ്റിൽ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ. മറ്റൊന്നുമല്ല, ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ളൊരു ഇത് ഫിസിക്കൽ ഇതാണ്. അപ്പോൾ എന്താ പറയുക, പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ പവർ ടീമിൻ്റെ രണ്ട് ഇത് വെച്ചതിൽ ജിൻഡോൻ്റെ ഗ്രൂപ്പ് ജിൻഡോൻ്റെ ഇത് ഇതായിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫൈനൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫൈനലിൽ ഇതിൽ ഗബ്രിയുടെ ടീമും പവർ ടീമും പിന്നെ ജിൻഡോയുടെ ടീമും കൂടിയിട്ടാണ് മത്സരം. അതിൽ പുറത്ത് കോയിൻ ഒട്ടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ ഒട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ഋഷിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഗബ്രി ജിൻഡോയുടെ മേലെ ഒട്ടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് ഗബ്രി ജിൻഡോ തിരിഞ്ഞു പോയി ഗബ്രിയെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ജിൻഡോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നുണ്ട്. ആദ്യം ഗബ്രിയാണ് ജിൻഡോയെ മറിച്ചിടുന്നത്. അതിനുശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ആദ്യം ഇവർ എല്ലാവരും വിചാരിച്ചു, മത്സരാർത്ഥികൾ എല്ലാവരും വിചാരിച്ചു, അവിടെ ഉള്ളവരെല്ലാവരും വിചാരിച്ചു ഇതിൻ്റെ ഇതാണെന്ന്, കളിയുടെ ഭാഗമാണെന്ന്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് കാര്യത്തിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ എന്തായാലും ഗബ്രി ജിൻഡോയിന് കിട്ടുന്ന ഒരു അവസരം ഒരിക്കലും പാഴാക്കില്ല, ശരിക്കും അവൻ കൊടുക്കും. അത്രയും ദേഷ്യമാണ് ജിൻഡോൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഗബ്രിയാണ് തെറ്റ് ചെയ്തെങ്കിൽ കൂടെ അത് അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ജിൻഡോയുടെ തലക്കിടും. എന്തായാലും ജിൻഡോ ആണ് ഇതാക്കിയെന്നുള്ളതിൻ്റെ പേരിൽ ജിൻഡോയുടെ തലക്കിട്ടിട്ട് എന്തായാലും ജിൻഡോ പുറത്തു പോകാനാണ് ചാൻസ്. അപ്പോൾ റെഡ് കാർഡ് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ഇതാക്കില്ലല്ലോ, അസോൾട്ട് അവിടെ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും പുറത്തു പോകാൻ ചാൻസ് ഇല്ല. എന്തായാലും ഗബ്രിയെ പിടിച്ചു നിർത്താനാണ് ചാൻസ്. ജിൻഡോയുടെ ഇതെല്ലാം ഗബ്രിയുടെ തലയിൽ ഗബ്രിയുടെ കുറ്റങ്ങളെല്ലാം ജിൻഡോയുടെ തലയിൽ വെച്ചിട്ട് ഗബ്രി നൈസായിട്ട് തലവരും. അതിന് അവിടെ ഉള്ളവരും കൂട്ടുനിൽക്കും, എന്തായാലും ബിഗ് ബോസും കൂട്ടുനിൽക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്, ആരെ ജയിച്ച് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു തന്നെയാണ്. ജിൻഡോ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ നല്ല മത്സരാർത്ഥികളെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് കാണുന്നത് എല്ലാം കണക്ക് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിന് വെയിറ്റ് ചെയ്യാം. ജിൻഡോ പുറത്ത് പോവാതിരിക്കട്ടെ, റെഡ് കാർഡ് പോയിട്ട് യെല്ലോ കാർഡ് കൊടുത്തിട്ട് അത് ഒന്നുകൂടെ ഇത് കൊടുക്കട്ടെ എന്നുള്ളത് നമുക്ക് ഇതാക്കാം. അതിൻ്റെ ഇത് കറക്റ്റായിട്ട് രണ്ടുപേരും അറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് വന്നത് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ ഒന്നുകൂടെ ഇതാക്കിയാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ പ്രോമോ വന്നിരിക്കുന്നത് രണ്ടുപേരും ഭയങ്കര വാക്ക് തർക്കമല്ല, ഇതാണ് ഫിസിക്കലായിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ഇതായി കിടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായിട്ടേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജിൻഡോയ്ക്ക് അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ജിൻഡോയും കൂടെ പോയി കഴിഞ്ഞാൽ ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ജിൻഡോ പുറത്തു പോവാതിരിക്കട്ടെ. ഇനിയിപ്പോൾ നാളെ ലാലേട്ടനും വരും. അപ്പം ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, കളി മാറുമോ എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ആർക്കാണ് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആരുടെ ഭാഗത്തെ തെറ്റുപറ്റിയെന്നും അറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും മറിഞ്ഞ് കിടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ ഓടി മറിഞ്ഞ് കിടക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആര് ഔട്ടാവും എന്താണെന്ന്, ആരുടെ ഭാഗത്തെ തെറ്റ് സംഭവിച്ചു എന്നൊന്നും അറിയില്ല. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.